അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി. ഊബറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഫ്ലൈറ്റിലെ വിശേഷങ്ങളും വന്ന കഥകളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഊബർ വന്നു. നമ്മൾ നേരെ വീട്ടിലേക്കുള്ള ഊബർ പിടിച്ചു. നല്ല തിരക്കായിരുന്നു, നല്ല ബ്ലോക്കായിരുന്നു. നമ്മളെ പിക്ക് ചെയ്യാൻ വന്ന സമയത്തും അവർ നല്ല ബ്ലോക്കിൽ പെട്ട് തിരിച്ചങ്ങോട്ട് പോയപ്പോഴും അതെ. പക്ഷേ നമ്മൾ ഈ IITക്കുള്ളിലേക്ക്, അവർ IITയുടെ ക്വാർട്ടേഴ്സിലാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ അതിനുള്ളിലേക്ക് കയറുമ്പോൾ വേറൊരു വൈബാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു. പണ്ട് ചെറുതിലേ അതെ അവൾ എന്നെ ടേക്ക് കെയർ ചെയ്യാൻ അവളെ കഴിഞ്ഞ ആളുള്ളൂ. അതുപോലെ തന്നെയായിരുന്നു ഈ ഒരു 4 ദിവസവും അവൾ എന്നെ നോക്കിയത്. ഇന്ന് മുമ്പേക്കുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്തു. അന്ന് മുതൽ ഞാൻ അവൾക്ക് സ്വൈര്യം കൊടുക്കാതിരിക്കുന്ന ഒരു കാര്യം, എനിക്ക് സ്ട്രീറ്റ് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈവനിങ് ആയപ്പോൾ അവൾ ഞങ്ങളെ കൂട്ടി സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഹിരാന്താനി ഗാർഡൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഒരു തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ ബിൽഡിങ്സൊക്കെ കാണാൻ അടിപൊളിയാണ്. അപ്പോൾ ദാ ഹിരാന്താനിയിലുള്ള ഈ ഒരു K3 റെസ്റ്റോറൻറ്റ്, ഇവിടെ എല്ലാ ചാട്സും എല്ലാ സ്ട്രീറ്റ് ഫുഡ്സും ഇവിടെ കിട്ടും. മുംബൈയിലുള്ള എല്ലാ സ്ട്രീറ്റ് ഫുഡും ഇവിടെ കിട്ടും. അടിപൊളിയായിരുന്നു. നമ്മൾ ചാട്ടൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അവിടുത്തെ ബിൽഡിങ്സൊക്കെ കാണാൻ അടിപൊളിയാണ്. ഇതിൻ്റെ പകലത്തെ വിഷ്വൽസ് ഞാൻ അടുത്ത് തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു 10 ഒക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ചു പോന്നു.